എറണാകുളം കണ്ണമാലി പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ആദ്യയോടെയാണ് തീരത്തുള്ളവർ ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയാൽ ആന്തലോടെയെ വീടിനുള്ളിൽ കഴിച്ചുകൂട്ടാനാകും. വീടുകൾ കടലെടുത്തതോടെ ഭീതിയിലായി തീരം മുഴുവൻ. പെയ്തിറങ്ങുന്ന ഓരോ തുള്ളി മഴയും ഒരു പ്രദേശത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുകയാണ്. അമാവാസിയായാൽ ആ ഭീതിയുടെ ആധിക്യം വീറും. കണ്ണമാലി പ്രദേശത്തെ ജനങ്ങളുടെ വീടിനുള്ളിലേക്ക് കടൽ കയറി വരികയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇങ്ങനെ കണ്ണടക്കുന്നത്? ഏത് നിമിഷവും വീട് നിലം പൊത്താം. ഏതു നേരവും വീടിനുള്ളിൽ കടൽ കയറി വരാം. കണ്ണമാലി തീരത്തുള്ളവരുടെ ദുരവസ്ഥയാണിത്. മഴയൊന്നു കനത്താൽ കടലിനേക്കാൾ പ്രക്ഷുബ്ധമാണ് ഇവരുടെ ഉള്ള. ഞങ്ങൾ 6 വർഷമായി ഇവിടെ കഴിഞ്ഞ് ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ഇത് തുടങ്ങിയിട്ട് 4 ദിവസത്തോളമായി. ഇതുവരെ ഒരു MLA ഉണ്ട്, MP ഉണ്ട്, ഒരാളും വന്ന് ഈ പാട്ടുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ കിടക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളെ, പാവപ്പെട്ടവരെ, കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ മത്സ്യത്തൊഴിലാളികളെ ലോണൊക്കെ എടുത്താണ് ഇവിടെ ഓരോ വീടൊക്കെ വെച്ചേക്കുന്നത്. ആ വീടൊക്കെയാണ് എല്ലാവരും തകർന്നു പോകണം. 8 വീടുകളാണ് ചെറിയ കടവ് പ്രദേശത്ത് കടലെടുത്തത്. 8 കിലോമീറ്റർ ദൂരത്ത് ടെട്രാപോഡുകൾ ഇല്ലാത്തതാണ് പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നത്. പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള പല ഭാഗത്തും വർഷങ്ങളായി കടൽഭിത്തി തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി കടൽഭിത്തി ഇന്ന് കെട്ടാം നാളെ കെട്ടാമെന്ന് പറഞ്ഞ് അധികൃതരും ഇവരെ കബളിപ്പിക്കുകയാണ്. ഭക്ഷണം പോലും കിട്ടില്ല ഞങ്ങൾക്ക്. ഭക്ഷണം ഞങ്ങൾക്ക് കൊണ്ടുവന്നാൽ ഞങ്ങളുടെ പള്ളിയിലെ പുരോഹിതനാണ് ഭക്ഷണം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടതല്ല, ഭക്ഷണം കൊണ്ട് തന്നെ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ. ബാത്റൂമൊക്കെ പോയി ഭക്ഷണം പാകം ചെയ്യാൻ പറ്റണില്ല, കിടന്നുറങ്ങാൻ പോലും പറ്റണില്ല. രാത്രി ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തെ ചാടികൾ എഴുന്നേക്കാണ്. പെണ്ണുങ്ങളും പ്രായമായവരും കൊച്ചുങ്ങളും എല്ലാവരെയും ഞങ്ങൾ ബന്ധുവീട്ടിൽ കൊണ്ടാക്കിയത്. നിരവധി കുടുംബങ്ങൾ ഇതിനകം ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. അടുത്ത കാലത്തൊന്നും ഇത്ര രൂക്ഷമായി കടൽ ക്ഷോഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. വീടുകളിൽ താമസിക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ കഴിയാത്ത അവസ്ഥ. ഗ്യാസ് സിലിണ്ടറുകൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. ഒരു മനുഷ്യായുസിന്റെ സ്വപ്നമാണ് വീട്. ആയുസിന്റെ മുഴുവൻ സമ്പാദ്യം സ്വരുക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത വീടിന് താഴെ കണ്ണൊന്നു ചിമ്മാൻ പോലും ഭയപ്പെട്ട് കഴിയുന്ന ഈ ആളുകൾക്ക് മുന്നിൽ എന്തിനാണ് അധികാരി വർഗത്തിന് ഇത്ര നിസ്സംഗത? കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഒന്നാലോചിച്ചാൽ ഇവരുടെ ആവശ്യം ന്യായമല്ലേ? ക്യാമറാമാൻ KP ധനീഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി.